Come on, move. Police commandos. Sir, ഞാൻ അകത്തേക്ക് പോവാം സർ. Go ahead. Come on. Go, 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 go. Move, move. കുറച്ച് മാറി നിൽക്കും പ്ലീസ്. താങ്ക്സ്. ഫോൺ വല്ലതും വന്നോ? ഇല്ലേട്ടാ, ഫോൺ റെഡിയായിരുന്നോ? ഇന്ന് തന്നെ പോകേണ്ടി വരും. Charlie, target inside. Roger that. ആരാണ് നോക്ക്. ആരാ അത്? ഞാൻ. നീ ഇവിടെ ആരും ബഹളം വെക്കരുത്. ബിൽഡിംഗിന് ചുറ്റും പോലീസ് വളഞ്ഞു കഴിഞ്ഞു. പോലീസിൽ സറണ്ടർ ആവാൻ ഞാൻ ഹെൽപ്പ് ചെയ്യാം. Take him now. Hey! ഇതാ പിടിക്ക. Charlie, target is down. Good, very good. Hey, what up?
Charlie. No one inside in beta position. Don't shoot. ഇന്നത്തെ സമൂഹം പോലീസിന്റെ കയ്യിലാണുള്ളത്. നാളത്തെ സമുദായം ടീച്ചേഴ്സിന്റെ കയ്യിലും. ഈ സമൂഹത്തെ നശിപ്പിക്കാത്ത രീതിയിൽ ഹലോ സർ, പബ്ലിക്കിനെ ഹോസ്റ്റേജ് ആയി പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഏൽപ്പിച്ചിരിക്കുകയാണ്. ഞാനെത്താം. ഇന്നത്തെ സമുദായം ഉടനെ വരാം. യെസ് സർ. ഇത് മനുഷ്യരാശിയുടെ ചന്ദ്രു, മുന്നേറ്റത്തിന് ഒന്ന് നോക്കിക്കോ. വളരെ ഞാൻ പെട്ടെന്ന് വരാം. അത്യാവശ്യമാണ്. Charlie. Press reporter inside. ഡോക്ടറെ മേളിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു. Don't shoot. ഡോക്ടർ, അസിസ്റ്റന്റ് കമ്മീഷണർ ചെക്ക് ചെയ്യണം. Charlie, ഡോക്ടർ ചെക്കിംഗ് അസിസ്റ്റന്റ് കമ്മീഷണർ. ഈസ് നോ മോർ. അദ്ദേഹം മരിച്ചു. അത് വേണ്ട, തുരുമ്പൊടിച്ച കത്തി. ഛീ, കൈയെടുക്കണം. മറന്നോ കതിർ, ഇവനല്ലേ ബാങ്ക് റോബറിൽ നമ്മൾ അകത്താക്കിയത്. ഇപ്പോഴും ഇവനാണ് പോലീസിനെ കൊണ്ടുവന്നിരിക്കുന്നത്. എല്ലാം എനിക്കറിയാം. നീ പോയി വാതിൽ കവർ ചെയ്യപ്പോ. ഡോക്ടർ ചെക്ക് ചെയ്യൂ. ഓക്കെ കൃഷ്. പ്രതിഭ, എഡിറ്റർ ബാംഗ്ലൂരിൽ നിന്ന് വിളിച്ചിരുന്നു. ഫ്ലൈറ്റ് ഡിലേ ആണെന്ന്. സിറ്റി എഡിഷൻ നമ്മൾ തന്നെ അപ്രൂവ് ചെയ്ത് പ്രിന്റിംഗിന് അയക്കാൻ പറഞ്ഞു. ഓക്കെ സർ, ലെറ്റ്സ് കോൾ ഇറ്റ് ടുഡേ സെന്റ്. എന്താ? ഹലോ, എന്താ ഇവിടെ നടക്കുന്നത്? ടെൻഷൻ അടിക്കരുത്. ഞാനൊരു ഓർഡർ വിട്ടിട്ടില്ല. നിനക്കൊന്നും സംഭവിക്കില്ല. ഞാൻ വന്നോണ്ടിരിക്കുക. എന്താ ഇത്? No, just a painkiller. ഓക്കെ. എന്താടാ, എവിടെയാ നീ? എന്തിനാ മടിക്കുന്നത്? അഡ്രസ് തന്നതല്ലേ. ആ കതിരിനെ ജീവനോടെ വിടാൻ പാടില്ല. ദ്രോഹി, പരമദ്രോഹി. നിന്നെ രക്ഷിക്കാൻ വേണ്ടി നീ എനിക്കിട്ട് എന്റെ പണിയാണല്ലേ? ഓ ഷിറ്റ്. ഒരു ബുള്ളറ്റിന് നീ ഇങ്ങനെ വേദനിക്കുകയാണെങ്കിൽ എത്ര ട്രെയിൻ നിങ്ങൾ മറിച്ച് കാണും? മാർക്കറ്റിൽ എത്ര പേരെ ബോംബ് വെച്ച് കൊന്നു കാണും? എങ്ങനെ? മനസാക്ഷിയില്ലാതെ. ഞങ്ങളുടെ വിപ്ലവത്തെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ അവഗണന എന്താണെന്ന് അറിഞ്ഞിരിക്കണം. കോഴ, നിരാഹാരം, പ്രസ്താവന എന്ന് പറഞ്ഞ് രാഷ്ട്രീയക്കാരുടെ ഡയലോഗ് പോലെ അടിച്ചമർത്തപ്പെട്ടവർ, സമൂഹ അനീതി എന്നൊക്കെ പറഞ്ഞ് നിങ്ങളും ഓരോ കാരണങ്ങൾ കണ്ടെത്തുകയാണ്. നിങ്ങൾക്കൊക്കെ സിനിമ, ക്രിക്കറ്റ് ഇതൊക്കെയല്ലേ വലുത്? ബിഷപ്പിന്റെ വിളിയും പുളിച്ചേമ്പക്കവും തിരിച്ചറിയാത്തവരാ നിങ്ങൾ. ഞങ്ങളുടെ ആദർശങ്ങളൊന്നും നിനക്ക് മനസ്സിലാവില്ല. എന്നാൽ വസന്തിന് നിങ്ങൾ നന്നായി മനസ്സിലാക്കി കൊടുത്തു. അതിരിക്കട്ടെ, വസന്തിനും നിങ്ങൾക്കും തമ്മിൽ എന്താണ് ബന്ധം? ഒരു തുണ്ട് പ്ലാസ്റ്റർ ഒട്ടിച്ച് തന്നാ സത്യം മുഴുവൻ പറയുമെന്ന് കരുതിയോ നീ? നീ ഒരു പത്രക്കാരനല്ലടാ. ചത്തവനെ കൂടെ തോണ്ടി വിളിച്ച് ന്യൂസ് ഉണ്ടാക്കും. IG ഇതുവരെ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. We need rescue team immediately.
കോളേജില് ചുരിദാറിട്ട് സമരമൊക്കെ ചെയ്തില്ല നിങ്ങള്? ചിരട്ട താഴെ വീണത് ഓർമ്മയുണ്ടോ? വസന്തന്റെ കോളേജ് ഫീസ് അടച്ചത് ഞങ്ങളുടെ സംഘടനയാ. ദ്രോഹി, പരമദ്രോഹി. വസന്തിനെ പോലെ പാവം സ്റ്റുഡൻസിനെ നിങ്ങൾ ഇങ്ങനെയാണ് വശീകരിക്കുന്നത് അല്ലേ? സ്റ്റുഡൻസോ? പോലീസില്, കോടതിയില്, എല്ലായിടത്തും ഞങ്ങളുടെ ആൾക്കാരുണ്ട്. പിന്നൊരു കാര്യം അറിയോ, നിന്റെ ഓഫീസിലും ഞങ്ങളുടെ ആളുണ്ട്. ഹേ രേണു, നീ ഇനിയും പോയില്ലേ? കൊണ്ടുവിടണമെങ്കിൽ പറഞ്ഞാ മതി. നോ താങ്ക്സ്, ഒരു ചെറിയ വാക്കുണ്ട്. പറഞ്ഞ് വസന്തനെ ഞങ്ങൾ വാർത്തെടുത്തു. നിയമസഭയിൽ ഞങ്ങൾക്ക് വേണ്ടി ശബ്ദം ഉയർത്താൻ ഒരാൾ വേണമായിരുന്നു. അവൻ ജയിച്ചു, ബുദ്ധി ഉപയോഗിച്ച് ഇലക്ഷനിൽ ജയിക്കാൻ വേണ്ടി. അപ്പോ കുടിലിന് തീവച്ചതും തലയിൽ അടികൊണ്ടതൊക്കെ സഹിച്ചു, എല്ലാം അവൻ സഹിച്ചു. ഇലക്ഷനിൽ ജയിക്കാൻ വേണ്ടി. മീറ്റിംഗിൽ ബോംബ് വെച്ചതും വെച്ചത് ഞാനാ, പക്ഷെ ഐഡിയ വസന്തന്റെയാ. അതിനുശേഷം ആ ജനങ്ങൾ അവൻ അനുകൂലമായത്. എനിക്ക് ആ സമയത്ത് കുറച്ച് ലേറ്റായി വന്നിരുന്നെങ്കിൽ, ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ട് സ്റ്റേജിൽ കയറിയിരുന്നെങ്കിൽ, കൃത്യമായ സമയത്ത് ആ ബോംബ് പൊട്ടിയിരുന്നെങ്കിൽ. അതെങ്ങനെ പൊട്ടിത്തെറിക്കും? ബോംബിന്റെ ടിഗർ തന്നെ വസന്തന്റെ കയ്യിലായിരുന്നു. ബോംബോ? ആരും ജോക്കിംഗ്? പറഞ്ഞനുസരിക്കും, വാടാ. സരോയ്ക്ക് എങ്ങനെ ഈ ബോംബിനെ പറ്റി അറിയാം? അവൾ എങ്ങനെ കൃത്യസമയത്ത് എനിക്ക് മെസ്സേജ് അയച്ചു? ആരെ? ആ കുള്ളത്തി പെണ്ണോ? നല്ല ചുറുചുറുക്കുള്ള രണ്ടുപേരെ അസംബ്ലിയിലേക്ക് നിങ്ങൾ അയച്ചു നോക്കൂ. തെറ്റ് ചെയ്യുന്നവന് ഇക്കിള് വരത്തി വെള്ളം കുടിപ്പിച്ച് കളയും. പൂജ്യത്തെ കണ്ടുപിടിച്ച് ഈ ലോകത്തിന് നൽകിയത് നമ്മളാണ്. ഇത് വെച്ച് സ്വന്തം നാട്ടിൽ പൂജ്യമായിട്ട് ഇരിക്കാൻ പറ്റുമോ? പിന്നെ നമ്മളെന്താ ചെയ്യണം? നാടിന് വേണ്ടി പ്രവർത്തിക്കണം. നമ്മൾ നമ്മുടെ നാട്ടിലെ രീതികൾ മാറ്റിയെടുക്കണം. ഒതുങ്ങി കഴിയാനാണ് താല്പര്യം. എന്താ ചെയ്യാ? എല്ലാരെയും അറിയിക്കണം. എന്താ ചെയ്യാ? ഇപ്പോഴുള്ള ഏത് മിനിസ്റ്റേഴ്സിനെക്കാളും പഠിപ്പും വിവരവുമുള്ളോ നമ്മുടെ എവിടെ നോക്കിയാലും ഞാൻ വരുന്നു, ഹോട്ടൽ വരുന്നെന്ന് പറഞ്ഞ് പാവപ്പെട്ടവരുടെ സ്ഥലം പിടിച്ചു മേടിച്ച് അവരെ ഓടിക്കും. അതുകൊണ്ടാണ് ഞാൻ പ്രസംഗിക്കുന്ന സമയത്ത് ഈ മെസ്സേജ് അശ്വിൻ അയക്കണം. മരിച്ചൊന്ന് കരുതി അവളെ ജീവനോടെ എഴുന്നേറ്റ് വന്നു. തിരക്കിനിടയിൽ അവൾ താഴെ വീണുപോയി. അവൾ വാ തുറന്നാ പിന്നെ എല്ലാം തകരും. തിരക്കിനിടയിൽപ്പെട്ട് മരിച്ചതാണെന്ന് എല്ലാരും കരുതാൻ വേണ്ടി കാലുകൊണ്ട് ഞെരിച്ചു കൊന്നു. ഫോൺ എന്തിനെടുത്ത് അവളുടെ ബാഗിലിട്ടത്? അതിന് നമ്മുടെ രണ്ടുപേരുടെ കൈരേഖയുണ്ട്. ഫോൺ അങ്ങനെ പോലീസ് കുടുങ്ങിയ? ഫോൺ എടുക്കാൻ വേണ്ടി ആ പെണ്ണിന്റെ വീട്ടിലേക്ക് ആളെ അയച്ചു. അന്ന് നീ ഇടയ്ക്ക് കയറി തടഞ്ഞു.